ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ബിഷപ്പിന്റെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു ജോസി? അമൃത, ആശങ്കകൾ പൂർണ്ണമായും സഭാ നേതൃത്വം അറിയിച്ചു. പ്രത്യേകിച്ച് ഈ NSSന് അനുകൂലമായ കോടതി ഉത്തരവ് അക്കാര്യത്തിലാണ് സർക്കാർ ഒരു വിവേചനം സഭയോട് കാണിക്കുന്നതെന്നാണ് സഭയുടെ പൊതു നിലപാട്. ആ നിലപാട് സഭാ നേതൃത്വം മന്ത്രിയെ ധരിപ്പിച്ചു. പ്രത്യേകിച്ച് അനുകൂല കോടതി ഉത്തരവ് പ്രകാരം നിയമനങ്ങൾ മറ്റും ഇടപെടലുകൾ വേഗത്തിൽ നടത്താൻ NSS മാനേജ്മെന്റിന് കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു സാധ്യതയാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും വേണ്ടത്. അത്തരത്തിലുള്ളൊരു അവസരമാണ് വേണ്ടത്. നേരെ മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സഭാ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകളെയും വലിയ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നിലപാടിൽ നിന്നും സർക്കാർ പിൻവാങ്ങണമെന്നുള്ള കാര്യമാണ് ബിഷപ്പ് തോമസ് തറയിൽ അറിയിച്ചത്. ആ കാര്യം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആ ആശങ്കകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണമായി നൽകുകയും ചെയ്തു. ഇത് കേവലം ക്രൈസ്തവ സഭാ വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നതാണ് ബിഷപ്പ് തറയിൽ പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്, പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു ഇടപെടലാണ് മന്ത്രിയുടെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. എന്തായാലും മന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പോസിറ്റീവായി കാണുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് സഭാ നേതൃത്വം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിക്കാഴ്ച അതൊക്കെ എപ്പോഴായിരിക്കും? അമൃത, 13-ാം തീയതിയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം. ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം മാത്രമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സഭാ നേതൃത്വങ്ങൾ അറിയിക്കുന്ന അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്ന അവരുടെ ആശങ്കകളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് നിയമസാധുതയാണ് തേടുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിയമോപദേശം തേടി ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് അനുകൂലമായ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ സർക്കാരിന് കഴിയുമോ എന്നുള്ള കാര്യമാണ് ഈ 13-ാം തീയതിയിലെ ചർച്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ആ ചർച്ചയിൽ അത്തരത്തിൽ അത് ചർച്ച ചെയ്ത അനുഭാവപൂർവമായ ഒരു തീരുമാനം ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി ഇപ്പോൾ സഭാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന. ആ ഉറപ്പിനെ വളരെ പ്രതീക്ഷയോടെയാണ് സഭാ നേതൃത്വം കാണുകയും ചെയ്യുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വം സർക്കാരിനെതിരെ പോർമുഖത്തിന് വരുന്നത് സർക്കാരിനും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാകും. അത് ആ നിലയ്ക്കുള്ള ആശങ്കകൾ സഭാ നേതൃത്വത്തിനും സർക്കാരിനുമുണ്ട്. അത് മുന്നിൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. ജോസി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ സഭയെ പിണക്കുക അത്ര കണ്ട് നല്ലതാവില്ല എന്നുള്ളൊരു ബോധ്യം സർക്കാരിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നത്തിൽ ഉടൻ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ കരുതാമല്ലേ? തീർച്ചയായും അമൃത, ഈ വിഷയത്തിൽ ഉടൻ തന്നെയുള്ളൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാകും. നേരത്തെ വിമോചന സമരം നടത്തി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടി അനുനയമായി സഭാ നേതൃത്വത്തിലേക്ക് കാണാനെത്തുന്നത് തന്നെ അത്തരമൊരു സന്ദേശമാണ് പങ്കുവെക്കുന്നത്. സഭാ നേതൃത്വം വെല്ലുവിളിക്കേണ്ട എന്നതടക്കമായിരുന്നു മന്ത്രിയുടെ വിരട്ടാൻ നോക്കേണ്ടതടക്കം മന്ത്രി പറയുകയും നിയമസഭയിൽ കണക്കുകൾ നിരത്തി ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾ ഇത്തരത്തിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലവണ്ണം പോകുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കളങ്കപ്പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നു അടക്കമുള്ള ഗൗരവ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു മന്ത്രി നടത്തിയത്. പക്ഷേ അത് വലിയ രീതിയിൽ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മന്ത്രി തന്നെ നേരിട്ട് എത്തിയത്. മന്ത്രി തന്നെ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നേരിട്ട് സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രത്യേകിച്ച് ബിഷപ്പ് തോമസ് തറയിലാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സർക്കാരിന്റെ പ്രായോഗികമായ നിയമ നടപടികൾ ക്രമങ്ങളുടെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയും ആ നിയമോപദേശം തേടി ഒരു അനുകൂലമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ഉറപ്പുമാണ് മന്ത്രി നൽകിയത്. എന്തായാലും ആ ഉറപ്പിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സഭാ നേതൃത്വവും. അമൃത.